ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബുധനാഴ്ച. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, പണ്ട് തൊട്ടേ നമ്മൾ അപ്പച്ചൻ്റെ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് അപ്പച്ചന് ഭയങ്കര നിർബന്ധമായിരുന്നു ബുധനാഴ്ച ദിവസം നോയമ്പെടുക്കുക എന്നുള്ളത്. അതായത് ഔസേപ്പിതാവിൻ്റെ വലിയൊരു എന്താ പറയുക, ഒരു എന്താ പറയുക, എനിക്ക് പറയാൻ അങ്ങനെ അറിയില്ല. ഔസേപ്പിതാവ് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടുള്ള അപ്പച്ചൻ എന്തും, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ മധ്യസ്ഥരാണ്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും അപ്പച്ചൻ്റെ സ്പെഷ്യലായിരുന്നു. അതുപോലെ എല്ലാ ഔസേപ്പിതാവിൻ്റെ പള്ളികൾ കണ്ടാലും കയറുക, ഭയങ്കര ഒരു ഭക്തിയാണ്. ഔസേപ്പിതാവിനോടുള്ള ഭക്തി ആണ് അപ്പച്ചന് ഏറ്റവും കൂടുതൽ. അത് കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം ഞങ്ങൾക്കും പണ്ട് തൊട്ടേ പാവർട്ടി പള്ളി, പിന്നെ നമ്മളുടെ കണ്ണമ്മാരി പള്ളി, അങ്ങനെ കുറേ ഇത് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ പാവർട്ടിയിലായിരിക്കുമ്പോഴും അപ്പച്ചന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പണ്ടത്തെ കൊച്ചിയിൽ നിന്ന് പാവർട്ടി പള്ളി പെരുന്നാൾക്കൊക്കെ വരുന്ന ആൾ പാവർട്ടി ഇടവകയിൽ തന്നെ നമ്മളെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഇന്ന് അവിടേക്കുള്ള ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പതിവ് പടി എണീറ്റു. കുറേ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കുറേ അല്ല, അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ, രാവിലെ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മളൊരു യാത്ര പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വയ്യാണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെയാണ്. ഒരു യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രായമാവുമല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസം പിന്നെ കഴിക്കുന്ന മരുന്നുകളുടെ. അപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് വിശ്രമിക്കുക എന്നുള്ളത്, അത് നമ്മളെന്നല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഒരു വിധം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വിശേഷം ഒരു മേളാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ. അതൊരു വലിയ സംഭവമാണ്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ കഴിച്ച് വെച്ചിട്ട് കുറച്ച് ചായ ഒപ്പം കുടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാച്ചുട്ടൻ്റെ പ്ലേ സ്കൂളിലേക്ക് പോകുന്ന ഡ്രസ്സുകൾ, അപ്പോൾ ദിവസം 2 ജോഡി ഡ്രസ്സ് ഉണ്ടാവും അവർക്ക്. പിന്നെ വീട്ടിൽ വരുമ്പോഴുള്ളത് അങ്ങനെ ഉള്ള സംഭവങ്ങൾ, പിന്നെ കുട്ടികളാകുമ്പോൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ അതൊക്കെ അവസാനിപ്പിച്ച് അപ്പോൾ ആ സമയത്ത് നമ്മൾ പട്ടികളെ കൂട്ടിലിട്ട് അത് കഴിഞ്ഞ് അവരെ തുറന്ന് വിട്ട് അകത്ത് വരുമ്പോഴേക്കും ഡിവൈൻ്റെ നമ്മുടെ നല്ല തക്കാളി ചമ്മന്തി, ഡിവൈൻ്റെ സ്പെഷ്യലാണ് കേട്ടോ അത്, തക്കാളി ചമ്മന്തി നല്ല ദോശയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകേണ്ടത് കൊണ്ട് തന്നെ വേഗം എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാനൊന്നും നോക്കിയില്ല. ഉണ്ടാക്കിയത് ചൂട്ടോടെ എല്ലാവരും കഴിച്ചു. കുട്ടികൾ 3 പേരും ഉമ്മർത്ത് നല്ല കളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒളിച്ച് നിൽക്കുമ്പോൾ പാച്ചുട്ടൻ ചാക്കോച്ച എന്നെ കാണാൻ വരാം. എൻ്റെ നിഴലിൽ കണ്ട അവൻ എൻ്റെ അടുത്തേക്ക് വരണം. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ കാണാണ്ട് ഒളിച്ചും പാത്തൊക്കെയാണ് കേട്ടോ നടക്കുക. അപ്പോൾ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ, സന്തോഷമാണ് നമുക്കത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ കുട്ടി കമ്മലുകൾ, സ്റ്റഡുകൾ, ഇതിൻ്റെ 3 സൈസ് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ. ഇത് ഒരു മീഡിയം സൈസാണ്, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, പിന്നെ അതിൻ്റെ തൊട്ട് വലുത്, അങ്ങനെ 3 സൈസായിട്ടാണ് വന്നേക്കണേ. ഒരുവിധം എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കളറുകൾ എന്താണെന്ന് ചോദിച്ചാൽ ഉള്ള സൈസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാണ് നല്ല കല്ലുകളാണ്. അപ്പോൾ എന്താ പറയുക, നല്ല തരം കല്ല്. അപ്പോൾ പ്ലേറ്റ് ചെയ്യണ കല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നല്ല തരം കല്ലുകൾ മാത്രം നമുക്ക് പ്ലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാത്തത് ഉരുകിപ്പോവും. അപ്പോൾ അതും കൂടി അറിയാത്തവർക്ക് വേണ്ടി പറയണതാട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച്, അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ പറയാറില്ലേ, കുറേ നേരം അവിടെ ഇരുന്ന് കുറേ സംസാരിക്കും. അങ്ങനെയാണ് എല്ലാവരുടെയും, എല്ലാ മേഖലയിലുള്ള വിശേഷങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരോട് ചേട്ടന്മാർ 2 പേരും പുറത്താന്ന് തോന്നുന്നുണ്ട്. ഇവൻ്റെ ഇങ്ങനെ ഇവിടെ തക്കിട തരികിടാന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവനെങ്ങനെയാണെന്ന് വെച്ചാൽ അവനെ ശ്രദ്ധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഷോ ഓഫാണ് കേട്ടോ. കണ്ടില്ലേ, ഓരോന്ന് നമ്മളുടെ മുമ്പിൽ നിന്ന് കിടന്ന് കാണിക്കും കേട്ടോ. അപ്പോൾ പുതിയ സംഭവമാണ് ഇപ്പോൾ ഈ 4 കാലും അങ്ങനെ നടക്കൽ, മുട്ടൂത്തണ്ട് ഇങ്ങനെ കൈ പൊക്കി പിടിച്ചിട്ട് നടക്കൽ കേട്ടോ. അങ്ങനെ അവരുടെ കളിയും ചിരിയൊക്കെ കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ പാച്ചുവിനെ കൊണ്ടുപോകണ്ടെന്നാണ് വിചാരിച്ചത്, പള്ളിയിലേക്ക് കൊണ്ടുപോകണ്ട, കുട്ടികളെ 2 പേരെയും പ്ലേ സ്കൂളിലേക്ക് വിടാം, തിരിച്ച് വരുമ്പോഴേക്കും ആ സമയമാകുമ്പോഴേക്കും നമ്മൾ എത്തുമല്ലോ, അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ നമ്മൾ പള്ളിയിലേക്കല്ലേ പോകണേ, പ്രത്യേകിച്ച് ബുധനാഴ്ച വല്ലപ്പോഴാണ് നമ്മൾ അങ്ങനെ പാവർട്ടി പള്ളിയിലേക്ക് സ്ഥിരം അങ്ങനെ എല്ലാ ബുധനാഴ്ചയൊന്നും പോകാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോകുന്ന ദിവസം അവനെയും കൊണ്ട് പോവാം. അവിടെ പോയി അപ്പോൾ അവന് തുലാഭാരമൊക്കെ നമ്മളവിടെ കഴിച്ചിട്ടുള്ളത്, അടിമയിരുത്തിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വിചാരിച്ചു പോകുന്ന നിലയ്ക്ക് അവനെയും കൂടി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോമുട്ടൻ പോകാനായിട്ട് ഉഷാറായി. അപ്പോൾ തോമുട്ടൻ ഇന്ന് അപ്പയുടെ കൂടെയാണ് പോവുക, കാരണം ഞങ്ങൾ കയ്യോടെ ഇറങ്ങുകയാണ് മറ്റേ പാവർട്ടിയിലേക്ക് പോകാനായിട്ട് കേട്ടോ. അങ്ങനെ തോമു പോയതിൻ്റെ പിന്നാലെ പാച്ചും അമ്മയും ഞാനും ഡാഡിയും കൂടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇറങ്ങി ഞങ്ങൾ എന്താ പറയുക, നേരെ ഒറ്റയടിക്ക് പാവർട്ടി പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഡിവൈനോട് ഞാൻ ചോദിച്ചു പോരുണ്ടോയെന്ന്. അപ്പോൾ ഡിവൈനെ മോനെയും കൊണ്ട് യാത്ര ചെയ്യണ്ടേ, അപ്പോൾ പിന്നെ വേണ്ട, വേറൊരു ദിവസം നമ്മൾ പോകാറുണ്ട് കേട്ടോ, പെരുന്നാൾക്ക് പോയിട്ടുണ്ടായിരുന്നു, വേറെ ദിവസം വരാം, ഇപ്പം നിങ്ങൾ പോയിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കുടുംബത്തെ എന്ത് പ്രധാനപ്പെട്ട കാര്യം ഉണ്ടെങ്കിലും ഔസേപ്പിതാവിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു നൊവേനയ്ക്കൊക്കെ കാശ് കൊടുത്ത്, കുർബാനയ്ക്ക് കാശ് കൊടുത്ത്, അങ്ങനെയാണ് നമ്മളെപ്പോഴും ചെയ്യുക.
കാരണം നമ്മളെപ്പോഴും ഒരു നല്ലൊരു പങ്ക് തമ്പുരാന് വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം അവിടെ നിന്ന് അറിഞ്ഞാലേ നടക്കുള്ളൂ. നമ്മൾ ഒന്നും വിചാരിച്ചുകൊണ്ട് ഒന്നും എല്ലാ കാര്യങ്ങളും നടക്കില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ബിസിനസ്സുകാരായതുകൊണ്ട് തന്നെ എപ്പോഴും തൊഴിലാളികളുടെ മധ്യസ്ഥത. എന്നോട് കുട്ടികൾ ചോദിക്കും എന്താണ് ഔസേപ്പിതാവിൻ്റെ പ്രത്യേകത എന്നുള്ളത്. നീതിമാനാണ്, പിന്നെ തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്. അപ്പോൾ നമുക്ക് ജോലിയുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഔസേപ്പിതാവിനോടാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ നെല്ലികുന്ന് പള്ളി, അപ്പോൾ എപ്പോഴും ഞാൻ നെല്ലികുന്ന് പള്ളി എത്തുമ്പോൾ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു ഓർമ്മയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പണ്ട് നമ്മൾ പോകുന്ന വഴിയാണ് ഈ നെസ്റ്റോ. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളെന്ന് പറയുമ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്തൊട്ട് നമ്മൾ പാവർട്ടിയിലേക്ക് പോകുമ്പോൾ ഇവിടെയൊക്കെ ഫുൾ പാടായിരുന്നു, നെസ്റ്റോൻ്റെ ഭാഗമൊക്കെ. പിന്നെ അന്നകര പാട്, അതൊക്കെ വലുതായി ഇപ്പോൾ വേറെ വേറെ എന്താ പറയുക, പണ്ടത്തെ ഒരു രൂപം ഇപ്പോൾ വരുന്ന വഴികൾക്കില്ല. ഇത് നമ്മുടെ സാൻറ്റ് ജോസ് പള്ളി ഹോസ്പിറ്റൽ. കുട്ടികൾ നമ്മുടെ ഡിമ്പിളും ഡോണൊക്കെ ചെറുപ്പത്തിൽ, അതുപോലെ ഡാഡിക്കൊക്കെ വയ്യാണ്ടായി ഞങ്ങൾ ഓടി വരുന്ന ഹോസ്പിറ്റലാണ്. ഇത് ഇടത്തെ വശത്ത് ഊട്ടുശാല. ഈ ഊട്ടുശാലയിലാണ്, പറമ്പിലാണ്, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലത്തെ പറമ്പിലാണ് ഈ ഊട്ടുശാല നിൽക്കുന്നത്. അപ്പോൾ അത്രയും തൊട്ടടുത്താണ്. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിൽ കയറി. ഇത് എനിക്ക് എഡിറ്റ് ചെയ്തപ്പോൾ തെറ്റി വന്നിട്ടുള്ളതാട്ടോ. ഇത് നമ്മുടെ പറപ്പൂരിൽ നിന്ന് നമ്മുടെ പാവർട്ടിയിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെയും ഡിമ്പിളിൻ്റെയും ഫോണിൽ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തന്നപ്പോൾ എവിടേക്കോ എന്തൊക്കെയോ മിസ്സിങ് ആയി. അതാണ്, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അതെടുത്ത് പറയണമൊന്നുമില്ല. അപ്പോൾ കൺവെൻഷൻ നടക്കുന്നുണ്ട് അവിടെ. ഇന്ന് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. 5 ദിവസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 6 മണി തൊട്ട് 9:30 വരെ എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പാച്ചുവിന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പുതുമ. അപ്പോൾ ഡാഡി ഇറങ്ങിയപ്പോൾ തൊട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡാഡിയുടെ പരിചയക്കാരും ആൾക്കാരും, കാരണം നമ്മൾ വർഷങ്ങളായിട്ട് പാവർട്ടിയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ കയറുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പല ഓർമ്മകളാണ് ഈ പാവർട്ടി പള്ളിയിൽ കയറുമ്പോൾ. കാരണം ആദ്യം വന്നിട്ടുള്ളത് ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 6 വയസ്സിൽ 3-3.5 വയസ്സിലാണ് ഞങ്ങൾ പാവർട്ടി ഇടവകയിലേക്ക് വന്നിട്ടുള്ളത്. പാലുവായിലായിരുന്നെങ്കിലും ഇടവക എവിടെയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡിമ്പിൾ എൻഗേജ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് 6 വയസ്സൊക്കെ ആയപ്പോഴേക്കും അവളിവിടെ കൊയറിൽ പാടുമായിരുന്നു. ഇന്നും എനിക്ക് ആ വരികൾ ഏത് പള്ളിയിൽ പാടിയാലും എനിക്ക് ഡിമ്പിൾ പാടുന്ന പോലെ, കാരണം കുഞ്ഞു കുട്ടിയല്ലേ, ആ പതിഞ്ഞ പാട്ടില്ല. അപ്പോൾ പിന്നെ ഈ തിരുകുടുംബത്തിൻ്റെ അവിടെയാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുക. ഈ സൈഡിലത്തെ വാതിലിൽ കൂടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് കയറി അവിടെ പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ടാണ് നമ്മൾ കുർബാനയ്ക്ക് നിൽക്കുക. അപ്പോൾ കുർബാനയുടെ ആ ലെഫ്റ്റ് സൈഡിലാണ് ഡിമ്പിൾ പോയിട്ട് ഗായക സംഘത്തിൻ്റെ അവിടെ നിൽക്കുക. പിന്നെ ഡോണിൻ്റെ കുർബാന സ്വീകരണം, അത് കഴിഞ്ഞ് ഡിമ്പിളിൻ്റെ കുർബാന സ്വീകരണം, അതൊക്കെ നമ്മളുടെ ഈ പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവർട്ടി പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് ഭയങ്കര കുറേ ഓർമ്മകളാണ്. അപ്പോൾ അത് ഇവിടെയും ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ രൂപമുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യങ്ങളും അപേക്ഷകൾ അല്ലെങ്കിൽ നന്ദി ഇതൊക്കെ അവിടെയും എഴുതിയിടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അന്ന് ഔസേപ്പിതാവിൻ്റെ ഉറങ്ങുന്ന ഔസേപ്പിതാവിൻ്റെ അവിടെ പോയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപേക്ഷയുണ്ടെങ്കിൽ അവിടെ എഴുതിയിടാം. അപ്പോൾ അങ്ങനെ ഡിമ്പിൾ അവിടെ എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ എഴുതിയിട്ടു. അപ്പോൾ അത് എല്ലാവരും അതെ, കുറേ ആൾക്കാർ പലയിടത്തുനിന്നും കൂട്ടമായിട്ട് വന്നിട്ട്, ഇന്ന് ബുധനാഴ്ചയില്ലേ, കൂട്ടമായിട്ട് വന്നിട്ട് നൊവേനയൊക്കെ ഒപ്പം നിന്ന് എത്തിച്ച് കുരിശ് വരച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ജസ്റ്റ് കുർബാന കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പോരണമെന്ന് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല കേട്ടോ. പക്ഷേ കുറേ നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എന്താ പറയുക, നമ്മുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളും, ഇത് നമ്മളുടെ മരിച്ചവരുടെയാണ്, ഞങ്ങളുടെ കുറേ വേണ്ടപ്പെട്ടവർ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു മരിച്ച വിശ്വാസികളുടെ ചൊല്ലി. കാരണം നമ്മൾ ഓടി വന്ന് അവരെയൊക്കെ കാണാൻ പോയിരുന്നൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ എവിടെയും പോയില്ല കേട്ടോ. കാരണം എന്താ പറയുക, പോകുന്നിടത്തൊക്കെ ഓരോരുത്തർ കുറഞ്ഞ ഒരു ഇതാണ്. അപ്പോൾ പിന്നെ വേണ്ട, ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പോയില്ലെങ്കിൽ വിഷമം. പിന്നെ കുട്ടീനെയും കൊണ്ടുള്ള യാത്ര ഇന്ന് പിന്നെ അങ്ങനെ ഒരു യാത്രയല്ല, ഇന്നൊരു ഒഫീഷ്യൽ യാത്ര എന്ന് പറയണ പോലെ ഇവിടേക്ക് വേണ്ടി മാത്രം, ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടി മാത്രം ഇറങ്ങുമ്പോൾ നമ്മൾ പിന്നെ അതിന് വേറെ ഒരു ചിന്തയില്ലാണ്ട് ഇങ്ങോട്ട് മാത്രമാണ് കേട്ടോ വന്നത്. അപ്പോൾ ഡിമ്പിൾ ഇപ്പോൾ പാച്ചുവിനെ എടുത്ത ഈ വലിപ്പത്തിലാണ് ഞങ്ങൾ ഡിമ്പിളിനെ എടുത്തിട്ട് ഈ തിരുകുടുംബത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാറ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ മൊത്തം കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഇട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എഡിറ്റ് ചെയ്തത് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റും ലാസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് ഇത് വീണ്ടും വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക.
അങ്ങനെ അവിടെ നിന്ന് ഞാൻ വേഗം വഴിപാട് നടത്താനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ തന്നെയാണ് തുലാഭാരം, എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വഴിപാടും പിന്നെ കുർബാനയ്ക്കുള്ളതും കാര്യങ്ങളും വഴിപാടുകളൊക്കെ ഞാൻ ഇവിടെ തീർത്തു. അപ്പോൾ ഡിവൈനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ പേരിൽ ചെയ്തോളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഞങ്ങൾ അപ്പുറത്ത് പോയി ചായ കുടിച്ചു. അവിടെ ക്യാൻറ്റീനുണ്ട്, അപ്പോൾ അവിടെ പോയി. അപ്പോൾ ഞങ്ങളുടെ പണ്ടത്തെ, അതായത് ഡോൺ ഒരു വയസ്സുള്ളപ്പോൾ ഡാഡിനെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിലും രണ്ടാമത് ഒന്നും കൂടി ഒന്ന് പുതുക്കാനായിട്ട് ഞങ്ങൾ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈവറിനെ ഇവിടെ കണ്ടു. അപ്പോൾ ഒക്കെ അതാ ഞാൻ പറയാം, പഴയ കുറേ നല്ല ഓർമ്മകൾ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അച്ഛൻ്റെ അരമനയിലേക്ക് പോയി. അരമനയിൽ പോയി അവിടെ ചെന്ന് അച്ഛനോട് സംസാരിച്ച് അപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് നെറ്റി പിടിപ്പിച്ചു. ഇത് വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും നേരത്തെ വീണ്ടും റിപ്പീറ്റ് വരുന്നതാണ് കേട്ടോ. അങ്ങനെ അച്ഛനെ കൊണ്ട് മോൻ്റെ നെറ്റിയൊക്കെ പിടിപ്പിച്ച് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് അവനെയും കൊണ്ട് പോന്നു. കാരണം നമ്മൾ കുട്ടികളുടെ നെറ്റി പിടിക്കുന്നത് ഇടയ്ക്ക് നല്ലതാണ്, അച്ഛനെ കണ്ട് നെറ്റി പിടിക്കുക എന്നുള്ളത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ പണ്ടത്തെ പാവർട്ടിയും അവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു, അത് പൊളിച്ചിപ്പോൾ പുതിയ സ്കൂള് പണിയാണ്. അപ്പോൾ അതേ അച്ഛൻ വന്ന് എന്താ പറയുക, അവൻ വന്ന വഴിക്ക് സ്തുതിയൊക്കെ കൊടുത്ത് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കും ഒരു സമാധാനം, കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നെറ്റി പിടിപ്പിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ഒരു സമാധാനം. അപ്പോൾ ശരിക്കും അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കാപ്പി കുടിക്കാനും വന്നത്. അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും തൽക്കാലം പിന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മളെപ്പോഴും പോകുന്ന ഒരു പള്ളിയുണ്ട്, കാക്കശ്ശേരി കുരിശുപള്ളി. അത് അന്തോണീസ് പുണ്യാളൻ്റെയാണ്. അപ്പോൾ ഇവിടെ പാവർട്ടിയിൽ വന്ന ഉടനെ ഞങ്ങൾ അവിടെ കയറും. കാരണം പണ്ട് ഞങ്ങൾ ഫസ്റ്റ് താമസിക്കാൻ വന്നത് ഇളവള്ളിയിലാണ്. അപ്പോൾ അവിടെ ആയിരിക്കുമ്പോൾ ഞാൻ ഡോൺ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ, ഡോൺ ഒരു വയസ്സാവണതിൻ്റെ മുമ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൊവേനയ്ക്ക് ചൊവ്വാഴ്ച ദിവസം വരുന്ന പള്ളിയാണിത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ബോംബെക്കാരൻ്റെ എന്ന് പറയും ലീനസ് ഉണ്ടാവും, ഞാനും ലീനസും ഇവിടെ മോനും കൂടി. അപ്പോൾ ചിലപ്പോൾ കൊച്ചും എൻ്റെ കൂടെ കൂടും, ചിലപ്പോൾ ഷീബ ഉണ്ടാവും എൻ്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ ഈ പള്ളിയിലേക്കാണ് നൊവേനയ്ക്ക് വരിക. അപ്പോൾ മറ്റേ നേർച്ച ഉണ്ടാവും. അപ്പോൾ എനിക്ക് എപ്പോൾ പോയാൽ പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നഷ്ടപ്പെട്ട ഒരു സംഭവം ഈ പറഞ്ഞ ദിവസം 9ാമത്തെ ആഴ്ചയാകുമ്പോഴേക്കും എൻ്റെ കൺമുമ്പിൽ വന്ന് എന്താ പറയുക, അത്ഭുതകരമായി കിട്ടിയെന്ന് പറയില്ലേ, അങ്ങനെ കിട്ടി. അതോടുകൂടി എൻ്റെ വിശ്വാസം കുറേയും കൂടി. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ വന്നിട്ടാണ് മടങ്ങിപ്പോകും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നഷ്ടപ്പെട്ട എന്ത് സാധനം, സന്തോഷമായാലും സാധനങ്ങളായാലും ജീവിതമായാലും ഒക്കെ ഇത് തിരിച്ച് കിട്ടാൻ വേണ്ടി അന്തോണീസ് പുണ്യാളൻ്റെ അവിടെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെയാണ്. സംഭവം എല്ലായിടത്തും ഉണ്ടെങ്കിലും നമ്മൾ ചില വിശ്വാസം ഉണ്ടല്ലോ, അത് എൻ്റെ വിശ്വാസം ഈ ഒരു കൊച്ചു കുരിശുപള്ളിയാണ് കേട്ടോ, കാക്കശ്ശേരി കുരിശുപള്ളി എന്നാണ് പറയുക. അങ്ങനെ അവിടെ വന്ന് പാച്ചുവിനെയും കൊണ്ടുവന്ന് നമ്മുടെ പിള്ളേർസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് എന്താ പറയുക വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ വരെ എത്തിയ നിലയ്ക്ക് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ തിരിച്ച് പാങ്ങ് വഴി പോകണ്ട, നമുക്ക് നേരെ നമ്മുടെ പാറ വഴി, അതായത് ഇളവള്ളി വഴി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുമ്പ് താമസിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇളവള്ളിയിലാന്ന്, അതിലേ പോകുമ്പോഴാണ് ചന്ദ്രേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ ചന്ദ്രേട്ടൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും കയറാൻ വിചാരിച്ചതല്ല, കണ്ടിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഞങ്ങൾ മുന്നിലേക്ക് കുറച്ച് പോയതാണ്, അവിടെ നിന്ന് വണ്ടി തിരിച്ചെടുത്ത് ഞങ്ങൾ തിരിച്ചപ്പോൾ ചന്ദ്രേട്ടൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആൾ ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ ഇറങ്ങാണ്ട് പോകാൻ മനസ്സ് വന്നില്ല. അങ്ങനെ ഇറങ്ങി അപ്പം ഉണ്ട് നമ്മുടെ പാച്ചുട്ടൻ അവിടെ നിന്ന് അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഔസേപ്പിതാവിൻ്റെ നേർച്ച കൊടുത്തതിൽ ഗുണമുണ്ടായി എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കുറേ ദിവസങ്ങളായിട്ട് ഒന്നും കഴിക്കണ്ടായിരുന്നില്ല. അമ്മാമ്മോട് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മാമ്മയുടെ കൂടെ പോയി ചായയും ബിസ്ക്കറ്റൊക്കെ വാങ്ങി അത് മുക്കി ഒരു 3-4 ബിസ്ക്കറ്റ് തിന്നപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി. ഞാൻ അവിടെ പറയുകയും ചെയ്തു, എന്തെങ്കിലും ആവട്ടെ ചേച്ചിയുടെ കൈ കൊണ്ട് അവൻ്റെ തിന്ന് തുടങ്ങി തോന്നുന്നുണ്ടെന്ന്. കാരണം നമുക്ക് ഭയങ്കര സങ്കടം കുട്ടികൾ ഫുഡ് കഴിച്ചില്ലെങ്കിൽ. അങ്ങനെ അപ്പോഴേക്ക് സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെസ്റ്റോയിലൊക്കെ കയറണം എന്നൊക്കെ ആദ്യം വിചാരിച്ചെങ്കിലും പിന്നെ ആ പ്ലാൻ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഡോൺ മോനെ കൊണ്ടുവരാനായിട്ട് വന്ന് മടക്കം വരുമ്പോൾ ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് അവരവിടെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അക്കി വിളിച്ചത്, അക്കിയുടെ ഫ്രണ്ട്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പിന്നെ അവർക്ക് എന്നെയും കൂടി ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആവാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നേരെ ബിസ്മിയിൽ അക്കിക്ക് അവിടെ അവർക്ക് വേണ്ടിയിട്ട് ബജ്ജി വാങ്ങിക്കാനാണ് പോയത്. പക്ഷേ കാര്യം ഉണ്ടായില്ല. എല്ലാ പ്രാവശ്യവും ഞാൻ ബിസ്മീനെ നല്ലതാണ് പറയാറ്, പക്ഷേ ഇന്നത്തെ ബിസ്മിയിലത്തെ പലഹാരം വളരെ മോശമായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര ഉപ്പായിരുന്നു എന്ന് പറഞ്ഞു ചട്ടിപ്പത്തിരിയിൽ, മറ്റേ ഇതിൽ തീരെ മധുരവും ഉണ്ടായിരുന്നില്ല കേസരിയിൽ. അപ്പോൾ എന്തോ ഞാൻ ഭയങ്കര ആഘോഷമായിട്ട് വാങ്ങിക്കൊണ്ടുപോയത്, പക്ഷേ രണ്ടും ഫ്ലോപ്പായി. അപ്പോൾ ചേച്ചി പറയുകയും ചെയ്തു, നീ അവിടുത്തെ നല്ലതാണെന്നല്ലേ പറയാറ്, ഇതിപ്പോൾ എന്താ ഇങ്ങനെ ആയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം എന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോരുമ്പോൾ ചേച്ചി അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കാം. 3:15 ട്രെയിനാണ്. അപ്പോൾ നമ്മൾ വീട്ടിലിറങ്ങി കയറിയ വൈകി. അപ്പോൾ ഞാൻ വീടിൻ്റെ മുമ്പിൽ കൂടെ തന്നെയാണ് പോയത്, പക്ഷേ ഇറങ്ങിയില്ല, നേരെ അക്കിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ശരിക്കും റൈറ്റിലേക്ക് പോയി ഒരു 10 അടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അക്കിയുടെ വീടായി. അതായത് ഈ ഇറക്കം അങ്ങോട്ട് ഇറങ്ങി
അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ അക്കിയുടെ വീടായി. അപ്പോൾ ഞങ്ങളവിടെ കയറിയപ്പോൾ അതേ അവിടെ 3 ഫ്രണ്ട്സ്. അപ്പോൾ അക്കി ചേച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരൊക്കെ എന്താ പറയുക 8ാം ക്ലാസ് വരെയൊക്കെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. പക്ഷേ ഇപ്പോഴും ആ ബന്ധം ചേച്ചി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ കാണാൻ വരും. ഇവർ മാത്രമല്ല 10-11 പേരുണ്ട് തോന്നുന്നുണ്ട്. എല്ലാവരും കാണാം. ഇവരൊക്കെ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്, കൊച്ചിയിൽ നിന്നൊക്കെ വരുന്നതാണ് ചേച്ചിയെ കാണാനായിട്ട്. നമുക്കത് കാണുമ്പോൾ ശരിക്കും നല്ല അസൂയ തോന്നും കേട്ടോ. കാരണം ഇത്രയും എന്താ പറയുക വർഷങ്ങളായിട്ട് ആ ബന്ധം കീപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ, അതായത് ഒരു 15 വയസ്സ് തൊട്ട് ഇപ്പോൾ ഒരു 60 വയസ്സ് ആവണു. അത്രയും നാളത്തെ ബന്ധം ഇപ്പോഴും എന്ന് പറയുമ്പോൾ, അതും കൊച്ചിയിൽ നിന്നൊക്കെ കാണാൻ ഇടയ്ക്ക് വരിക, ഒരു ഗെറ്റ് ടുഗദർ പോലെ ഇവർ ഒന്നിച്ച് കൂടുക, ഇരുന്ന് ഭക്ഷണം കഴിക്കുക, പോവുക ഒക്കെ എന്താ പറയുക അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ കണ്ട് വേഗം കാപ്പി കുടിച്ച് വേഗം ഇറങ്ങിയിട്ടോ അവർ. കാരണം ട്രെയിൻ മിസ്സാവരുതല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്, അപ്പോൾ ഇന്ന് വസന്തേച്ചിയുടെ അമ്മയ്ക്ക് വയ്യാണ്ട് പോയേക്കാം. അപ്പോൾ പോയി. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഡയോൺ കൊടുത്തയച്ച രൂപമാണ്, പുതിയ ഒരു രൂപമാണ് തിരുകുടുംബത്തിൻ്റെ. അപ്പോൾ ഞാൻ അതെടുത്ത് ചെടികളൊക്കെ നല്ല ഭംഗിയിൽ നിറച്ച് നിൽക്കണം. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് ചെടി കൊണ്ടുപോയി അവർ ഏറ്റവും ഭംഗിയിൽ മുമ്പിൽ നിൽക്കുന്നു. അതുപോലെ എൻ്റെ പരിയപ്പുറത്ത് നിന്ന ചെടികളാണ് ഇവർ മുന്നിൽ ഭംഗിയിൽ നിൽക്കുന്നത്. നമ്മൾ പറയില്ലേ മുമ്പന്മാരാക്കുന്നത്. എൻ്റെ പിന്നിൽ ആർക്കും വേണ്ടാണ്ട് നിന്ന ചെടികൾ കുറേ പേര് ഏറ്റവും ഭംഗിയിൽ ഇവിടെ ഞെളിഞ്ഞ് നിൽക്കണുണ്ട്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പിള്ളേർസിനെ കാത്ത് നിൽക്കുകയാണ്. നമ്മുടെ ചാക്കോച്ചനും തോമും 2 പേരും ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആപ്പീസ് പൊട്ടി തുടങ്ങി. നമ്മൾ പറയില്ലേ എൻ്റെ ആപ്പീസ് പൊട്ടി എന്ന് പറയില്ലേ, അതായത് എൻ്റെ ചൊടിയും ചുണയൊക്കെ പോയി തുടങ്ങി. കാരണം കാലത്ത് തൊട്ട് ആ ഒരൊറ്റ സ്ട്രെസ്സിൽ പോയതല്ലേ. അങ്ങനെ ഞാൻ എന്താ പറയുക വന്ന് കയറി. അപ്പം ഞാൻ ചെയ്ത പണി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ എന്താ പറയുക 1-2 നമ്മൾ പറയും പല്ലൊക്കെ ഉള്ളപ്പോൾ പുളുങ്കുരി കടിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഹാർഡായിട്ടുള്ള സംഭവങ്ങൾ കടിക്കുമ്പോൾ നമ്മുടെ തൊണ്ണിനൊരു പ്രശ്നം വരും. പിന്നെ എനിക്കത് പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയ്ക്ക് ഭയങ്കര ഭാരമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് കിടന്ന് എണീറ്റപ്പോൾ ശരിക്കും 10 മണിയൊക്കെ ആയി. പിള്ളേരെന്നെ വിളിക്കാനൊന്നും നിന്നില്ല. എല്ലാം കഴിഞ്ഞ് ഡിന്നർ കഴിക്കാനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഡിവൈൻ്റെ വക ചെമ്മീൻ റോസ്റ്റും നമ്മുടെ ചപ്പാത്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ വീണ്ടും കുറച്ച് നേരം എല്ലാവരും ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അവർ ചേച്ചിയുടെ ഫ്രണ്ട്സ് വന്നപ്പോൾ കൊണ്ടുവന്നത് കാട്ടികയാണ് കേട്ടോ. നല്ല ഗുജറാത്തി സ്ട്രീറ്റിലത്തെ കാട്ടിക. അപ്പോൾ ഇത് കുറച്ച് പേര് എന്നോട് ചോദിച്ചായിരുന്നു എന്താണ് ഈ വെള്ളം വെക്കണതിൻ്റെ ഉദ്ദേശം എന്ന്. ഒന്നുമില്ല മക്കളെ, ഇത് രാത്രിയിൽ വെച്ച് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഈ നിറഞ്ഞ ഒരു പാത്രം വെള്ളം കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ചെയ്തു. അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപം എപ്പോഴും നമ്മൾ അടുക്കളയിൽ വെക്കേണ്ടത് നല്ലതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചേച്ചി എനിക്ക് കാട്ടിക അവിടെ നിന്ന് തന്നയച്ചതാണ്. പകുതിയായി തിന്ന് കഴിഞ്ഞിട്ട് പകുതിയായി ഇതാട്ടോ. അപ്പോൾ അവർ ഫ്രണ്ട്സ് വന്നപ്പോൾ കൊണ്ടുവന്നത് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ആവശ്യപ്പെട്ടത് കാട്ടികയാണ്. അപ്പോൾ കാരണം ഇവിടുത്തെ കാട്ടികയല്ല, ഗുജറാത്തി സ്ട്രീറ്റിൽ അതായത് കൊച്ചിയിലത്തെ കാട്ടിക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹവും വേണം കേട്ടോ.